സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇസബല്ലയുടെയും കെവിൻ്റെയും എല്ലാവരുടെയും പ്ലാൻ അനുസരിച്ച് ഋഷിയാണെങ്കിൽ അരുന്ധതിയോട് പറയുന്നുണ്ട്, അമ്മ ചന്ദ്രോത്ത് പോകണം, അമ്മ ചന്ദ്രോത്ത് പോയി ഒരു സീൻ ഉണ്ടാക്കണം. അങ്ങനെയാകുമ്പോൾ പിന്നെ ചന്ദ്രോത്ത് നിന്ന് ആരും ഇങ്ങോട്ട് എന്നെ അന്വേഷിച്ച് വരില്ല, ഇല്ലെങ്കിൽ അവരെന്നെ അന്വേഷിച്ച് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. അന്നേരം അരുന്ധതി അതിനെ ശക്തമായി എതിർക്കുന്നുണ്ടെങ്കിലും ഋഷിയുടെ ഭീഷണിക്ക് വഴങ്ങി അരുന്ധതി ചന്ദ്രോത്തേക്ക് പോകാമെന്ന് സമ്മതിക്കുന്നുണ്ട്. പിന്നീട് നമ്മളുടെ അരുന്ധതി ചന്ദ്രോത്ത് വന്ന് കയറുന്ന സമയത്ത് പ്രഭാവതിക്കാണെങ്കിൽ ഈ അരുന്ധതിയെ കണ്ടതും ആകെ ഒരു വിഷമമൊക്കെ ആവുന്നുണ്ട്. അന്നേരം പ്രഭാവതി ഓർക്കണത് നന്ദൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ ഋഷിയെ കൊന്നതാ, ഞാനാ കൊന്നേന്നൊക്കെ പറഞ്ഞ് നന്ദൻ കരയണ ആ ഒരു സീൻ ഓർക്കുന്നുണ്ട്. ഇതൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അരുന്ധതി ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അന്നേരം പ്രഭാവതി നോക്കിയതും എന്താ പ്രഭാവതി എന്ന് ചോദിക്കുമ്പം അരുന്ധതി വാ, കയറി വാ, അരുന്ധതി ഇതുവരെയും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഞങ്ങൾ താൽക്കാലികമായിട്ട് ഇങ്ങോട്ട് മാറിയതാ. അരുന്ധതിയെ പിന്നെ ഫോൺ വിളിക്കണമെന്ന് വിചാരിച്ചു, അന്ന് അമ്പലത്തിൽ വെച്ചുണ്ടായ ബുദ്ധിമുട്ടൊക്കെ മാറിയോന്ന് അറിയാൻ വേണ്ടി. ആ സമയത്ത് അരുന്ധതി ഭയങ്കര ഗൗരവത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒന്നും മാറിയിട്ടില്ല, എല്ലാം ശരിയാക്കി എടുക്കണം എന്ന് പറയുമ്പം അതെന്താ ഇതുവരെ ശരിയായില്ലേന്ന് ചോദിക്കുമ്പം എനിക്കിപ്പോൾ ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ല, വേറെ കുറച്ച് പ്രശ്നങ്ങളോ ഉള്ളത്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അന്ന് ഞാൻ തക്ക സമയത്ത് കണ്ടത് ഭാഗ്യമായി, അരുന്ധതി എനിക്ക് വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റി, അതുപോലെ അരുന്ധതിയായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കാനും പറ്റിയെന്ന് പറയുമ്പം ഈ അരുന്ധതി പറയുന്നുണ്ട്, അന്ന് അമ്പലത്തിൽ വെച്ച് അങ്ങനെ സംഭവിച്ചതുകൊണ്ട് നന്നായി, സൗഹൃദം തിരിച്ചു കൊണ്ടുവരാനൊക്കെ പറ്റി, പക്ഷേ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഞാൻ അരുന്ധതിക്ക് ചായ എടുക്കാം, അതോ ഇനി തണുത്ത വെള്ളം വേണമെന്ന് വയ്ക്കുമ്പം എനിക്ക് അസുഖം വന്നതിനെക്കുറിച്ച് ചോദിച്ചു, ചായയോ ജ്യൂസ് എന്താ വേണ്ടതെന്നും ചോദിച്ചു. പക്ഷേ ചോദിക്കേണ്ട ഒരു കാര്യം ഇതുവരെ പ്രഭാവതി ചോദിച്ചില്ല. അന്നേരം പ്രഭാവതിക്ക് ഒന്നും മനസ്സിലാവാത്ത പോലെ പ്രഭാവതി ഇങ്ങനെ നോക്കുമ്പം അരുന്ധതി പറയുന്നുണ്ട്, ഋഷിയുടെ കാര്യം മാത്രം ചോദിച്ചില്ല, ഋഷിക്ക് എന്ത് സംഭവിച്ചു എന്നും ചോദിച്ചില്ല. മോനെ കാണാതിരിക്കുന്ന ഒരമ്മയെ കാണുമ്പോൾ ആദ്യം ചോദിക്കേണ്ടത് ആ കാര്യമല്ലേ, ബാക്കി എല്ലാ കാര്യവും ചോദിച്ചു, ആ കാര്യം മാത്രം ചോദിച്ചില്ല എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, അരുന്ധതി നീ എന്തൊക്കെയാണ് പറയണതെന്ന് ചോദിക്കുമ്പം എൻ്റെ മോൻ എന്ത് സംഭവിച്ചു അത് പറ ആദ്യം, എൻ്റെ മോനെ നിങ്ങളെല്ലാവരും ചേർന്ന് എന്താ ചെയ്തേ, അമ്പലത്തിൽ നിന്ന് തന്നെ താങ്ങി പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയതും ചായ ഇട്ട് തന്നതൊക്കെ സൗഹൃദം പുതുക്കാൻ വേണ്ടിയിട്ടാണ്, എന്നോടുള്ള കുറ്റബോധം മറയ്ക്കാൻ വേണ്ടി. എന്തായാലും നിങ്ങൾ എന്താ വിചാരിച്ചത്, ഞാൻ നിങ്ങളോട് അതിന് നന്ദി പറയാനും സൗഹൃദം കൂടാനും വന്നതാണെന്നാണോ? ഞാൻ അതിനൊന്നും വന്നതല്ല, എൻ്റെ മോനെ എന്ത് ചെയ്തു എന്ന് അറിയാൻ വന്നതാണ്, എൻ്റെ മോൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടാണ് ഞാനിനി ഇവിടുന്ന് പോകുള്ളൂ. ആ സമയം പ്രഭാവതിയാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലായിട്ട് അരുന്ധതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, നിങ്ങളുടെ സംസാരത്തിലെ പതർച്ച കേൾക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ ഋഷിയെ എന്തോ ചെയ്തിട്ടുണ്ട്, അപായപ്പെടുത്തി കാണും. എന്നിട്ട് വാദിയെ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് ജഡ്ജീനെ ഞങ്ങളുടെ വീട്ടിലേക്ക് അയച്ചേക്കണു. ജഡ്ജിയുടെ ചോദ്യം കേട്ടപ്പം എനിക്ക് തോന്നിയത് ഞാൻ പ്രതിക്കൂട്ടിൽ നിൽക്കുവാണ്. അദ്ദേഹം ആണെങ്കിൽ നിയമമൊക്കെ അരച്ച് കലക്കി കുടിച്ച ആളല്ലേ, അതുപോലെയുള്ള ചോദ്യങ്ങൾ അദ്ദേഹം എന്നോട് ചോദിച്ചതെന്ന് പറയുമ്പം പ്രഭാവതിക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയില്ല. ആ സമയത്താണ് നമ്മളുടെ ദേവിക അങ്ങോട്ട് വരുന്നത്. ദേവിക വരുമ്പം അരുന്ധതിയും പ്രഭാവതിയും തമ്മിൽ സംസാരിക്കുന്നത് കേട്ടോണ്ടാണ് വന്നെ. അങ്ങനെ ദേവികയെ കണ്ടതും അരുന്ധതി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് ദേവിക വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മേഡം എപ്പോഴും വന്നേന്ന് ചോദിക്കുമ്പം മേഡെന്നും പറഞ്ഞ് എന്നെ അങ്ങനെ സൂചിപ്പിക്കാനൊന്നും നോക്കണ്ട, ആ അഭ്യാസമൊക്കെ മേഡം കൈ തന്നെ വെച്ചാൽ മതി, എൻ്റെ അടുത്തേക്ക് എടുക്കണ്ടെന്ന് പറയുമ്പം ദേവികയ്ക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ദേവിക ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, എന്തായാലും MLA വന്നാലും വേണ്ടില്ല, ആര് വന്നാലും വേണ്ടില്ല, എൻ്റെ ഋഷി എവിടെയാണെന്ന് അറിഞ്ഞിട്ട് ഞാനിന്ന് ഇവിടുന്ന് പോവുള്ളൂ, ഞാനത് തീരുമാനിച്ച് എന്നെ വന്നേക്കണേ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് MLAക്ക് ഞാനൊരു അപേക്ഷ തന്നിരുന്നു, എൻ്റെ മകനെ കാണാനില്ല, കണ്ടുപിടിച്ച് തന്നെന്നും പറഞ്ഞ്. അന്ന് MLA എന്നോട് പറഞ്ഞു ഇന്ന് കണ്ടുപിടിക്കും, ഇപ്പോൾ കണ്ടുപിടിക്കുന്നൊക്കെ, എന്നിട്ട് ഒരനക്കം ഉണ്ടായില്ലല്ലോ, എൻ്റെ മകനെ എവിടെ, എത്രയും പെട്ടെന്ന് എനിക്ക് കണ്ടുപിടിച്ച് തന്നെ, അതിനൊരു തീരുമാനമാവാതെ ഞാനിവിടുന്ന് പോകുമെന്ന് വിചാരിക്കേണ്ടെന്ന്. ആ സമയത്ത് ദേവികയാണ് ഇങ്ങനെ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുമ്പം അരുന്ധതി പറയുന്നുണ്ട്, നിങ്ങൾ ഋഷിയെ അപായപ്പെടുത്തിയിട്ടുണ്ട്, എന്നിട്ട് ആ ജഡ്ജിനെ എൻ്റെ വീട്ടിലേക്ക് അയച്ചേക്കണമെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, ഹരിയേട്ടനെ ഞങ്ങളല്ല അയച്ചത്, ഋഷിയുടെ കാര്യങ്ങൾ അറിഞ്ഞപ്പം എല്ലാം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് പറഞ്ഞ് ഹരിയേട്ടൻ അങ്ങോട്ട് വന്നതാന്ന് പറയുമ്പം അതിനങ്ങോട്ടല്ല വരേണ്ടത്, ഇവിടെ അന്വേഷിക്കേണ്ടത്, ഇവിടെയുള്ളവരെ ചോദ്യം ചെയ്യേണ്ടത്, ഇവിടെയുള്ള എല്ലാവരും പ്രതികളാണ്. ദേവികയോടായിട്ട് പറയുന്നുണ്ട്, നീ ഉൾപ്പെടെ എല്ലാവരും പ്രതികളാണ്, അതുകൊണ്ട് എൻ്റെ മകനെ എത്രയും പെട്ടെന്ന് എനിക്ക് കണ്ടെത്തി തരണം, ഇവിടെയുള്ളവർ ഓരോരുത്തരും പ്രതികളാണ്, അവരെ രക്ഷിക്കാനാണ് MLA നോക്കണേന്നൊക്കെ പറയുമ്പം ഈ പ്രഭാവതിയും ദേവികയാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആ ഹരിശ്ചന്ദ്രൻ അവിടെ വന്നിട്ട് എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു, എന്നിട്ട് എനിക്കൊരു ഓഫറും തന്നു, പ്രധാനമന്ത്രിക്ക് കത്തെഴുതി അന്വേഷണം ഊർജിതമാക്കാമെന്ന്. പ്രധാനമന്ത്രിക്ക് കത്തെഴുതണമെങ്കിൽ അയാളുടെ സപ്പോർട്ടൊന്നും വേണ്ട, എനിക്കറിയാം എഴുതാൻ, അല്ലെങ്കിൽ ഒരു മെയിൽ അയച്ചാലും മതി, അതെങ്ങനെയാണ് അപ്പോൾ പ്രതികളെ രക്ഷിക്കാൻ പറ്റൂലല്ലോ
എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അരുന്ധതിയാണെങ്കിൽ ഇവരെ നല്ല രീതിയിൽ തന്നെ വിഷമിപ്പിക്കുന്നുണ്ട്. പ്രഭാവതിയും ദേവികയാണെങ്കിൽ മറുത്തൊന്നും പറയണില്ല. പിന്നീട് ദേവിക പറയുന്നുണ്ട്, മേഡത്തിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവുമെന്ന് പറയുമ്പം എന്ത് വിഷമം നിനക്ക് മനസ്സിലാവുമെന്നാണ് നീ പറയണത്? നീ MLA ആണെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. നിൻ്റെ പല്ലടിച്ച് ഞാൻ താഴെയിടും ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ. പിന്നെ നിൻ്റെ ഭർത്താവ് എവിടെ? അവനെ എനിക്കൊന്ന് കാണണം. പണ്ട് എൻ്റെ ഡ്രൈവറായിരുന്ന അവനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അവനറിയാം എൻ്റെ ഋഷി എവിടെയാണ്. ഋഷിയെ കണ്ടെത്തി തരാൻ അവനോടാണ് ഞാൻ പറയാൻ പോണേന്നും പറഞ്ഞ് ഈ അരുന്ധതിയാണെങ്കിൽ നന്ദനെ കാണണമെന്നും പറഞ്ഞ് വാശി പിടിക്കുകയാണ്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അതിനിവിടെ നന്ദന ഇല്ല അരുന്ധതി എന്ന്. അന്നേരം അരുന്ധതി പറയുന്നുണ്ട്, നിങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം നന്ദൻ ഇവിടെ ഉണ്ട്, നിങ്ങൾ നുണ പറയണ. ഞാനിപ്പോൾ തന്നെ അവനെ കാണാൻ പോകാമെന്നും പറഞ്ഞ് അരുന്ധതി നന്ദൻ്റെ റൂം എവിടെയാണെന്ന് ചോദിച്ച് പോകാൻ തുടങ്ങുമ്പം പ്രഭാവതി വന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെ ഇവിടെ നന്ദൻ ഇല്ലയെന്നല്ലേ പറഞ്ഞാൽ, പിന്നെ എന്തിനാ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കണേ? നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കുക. ഇനിയിപ്പോൾ മര്യാദയുടെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ അല്ലാത്ത ഭാഷയിൽ സംസാരിക്കാനും എനിക്കറിയാം. എന്നിട്ട് ദേവികയോട് പറയുന്നുണ്ട്, മോളെ നീ സിദ്ധുവിനെ വിളിക്കുന്നു. അന്നേരം അരുന്ധതി പറയുന്നുണ്ട്, സിദ്ധു മാത്രം ആക്കണ്ട, പട്ടാളത്തെ തന്നെ വിളിച്ചിറക്കുക. എന്നാലും ഞാനിവിടുന്ന് പോവില്ല, നന്ദുവിനെ കണ്ടിട്ടേ പോവുള്ളൂ എന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, അമ്മേ മേഡം ഒന്ന് നന്ദുവിനെ കണ്ടെന്ന് വിചാരിച്ച് എന്താ കുഴപ്പം? നന്ദു ഇവിടെ ഇല്ലേ? മേഡം പോയി നന്ദുവിനെ കാണട്ടെ. അമ്മ ഇവിടെ തന്നെ നിന്നാൽ മതി, ഞാൻ മേഡത്തെ കൊണ്ടുപോയി നന്ദുവിനെ കാണിക്കാമെന്ന്. ആ സമയം പ്രഭാവതി ഭയത്തോടുകൂടി മോളേന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ഞാൻ നന്ദനെ കാണുന്നതിന് നിങ്ങൾക്ക് പേടിയുണ്ടല്ലോ. ആ നേരത്തെ ദേവിക അരുന്ധതിയോട്, മേഡം വാ, നന്ദു മോളിൽ റൂമിലുണ്ട്, ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവർ പോയി കഴിഞ്ഞതും പ്രഭാവതി ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ സ്തംഭിച്ച അവസ്ഥയെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനാണെങ്കിൽ റൂമിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഡോറ് തുറന്ന് അരുന്ധതി റൂമിലേക്ക് വന്നിട്ട് നന്ദാന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അങ്ങനെ നന്ദനാണ് ഇത് ആരാന്ന് നോക്കുമ്പം അരുന്ധതി അന്ന് മനസ്സിലായതും നന്ദന ആകെ കൂടി ഭയക്കുന്നുണ്ട്. എന്നിട്ട് അരുന്ധതി നന്ദൻ്റെ മുന്നിലോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഋഷിയെ നീ എന്താ ചെയ്തത്? സത്യം പറ, നീ അവനെ കൊന്നു കളഞ്ഞോന്ന്. ആ സമയം ഈ നന്ദനാണെങ്കിൽ പേടിയോടുകൂടി ചുറ്റും നോക്കുമ്പോൾ ദേവികയാണെങ്കിൽ ഒന്നും പറയില്ലേന്ന് ഇങ്ങനെ കൈവച്ച് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് നന്ദൻ വെപ്രാളത്തോടുകൂടി അരുന്ധതിയോട് പറയുന്നുണ്ട്, എനിക്കറിയില്ല മേഡം. അന്നേരം അരുന്ധതി ചോദിക്കുന്നുണ്ട്, നിനക്ക് അറിയില്ലേ? നീ എന്താ അവനെ കൊന്നു കളഞ്ഞോ? പ്രഭാവതിയോട് ഋഷിക്ക് ശത്രുതയുണ്ട്, അത് വെറുതെ പൊട്ടി മുളച്ചൊന്നും അല്ല, അതിന് വ്യക്തമായ കാരണമുണ്ട്. ആ സമയത്ത് നന്ദനാണെങ്കിൽ അരുന്ധതിയോട് മറുപടി ഒന്നും പറയണില്ല. അന്നേരം അരുന്ധതി മനഃപൂർവ്വം നന്ദനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്ദാന്നും പറഞ്ഞ് ഒച്ചയോർത്ത് വിളിക്കുന്നുണ്ട്. ഈ സമയം നന്ദൻ ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ മേഡെന്നും പറഞ്ഞ് വിളിക്കുമ്പം അരുന്ധതി പറയുന്നുണ്ട്, സ്വന്തം അമ്മയെ കളിയാക്കിയെന്നും പറഞ്ഞ് നീ ഋഷി എന്താ ചെയ്ത്? നീ അവനെ കൊന്നു കളഞ്ഞു എന്ന് ചോദിക്കുമ്പം അത് കേട്ടിട്ട് നന്ദനാണെങ്കിൽ എന്തു പറയണമെന്ന് അറിയാതെ മേഡെന്നും പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട്. ആ സമയത്ത് നന്ദൻ സത്യങ്ങൾ പറഞ്ഞെങ്കിലോ എന്ന് കരുതി ദേവികയാണെങ്കിൽ ഓടി വന്നിട്ട് പറയുന്നുണ്ട്, മതി മേഡം, നന്ദു ആകെ തകർന്നിരിക്കുക, നന്ദുവിന് ഭയങ്കര ടെൻഷനുണ്ട്, ഇനി ഓരോന്ന് പറഞ്ഞ് സങ്കടപ്പെടുത്തല്ലേ എന്ന് പറയുമ്പോൾ, നീയാണോ അത് തീരുമാനിക്കുന്നത്? ഇവൻ പറയട്ടെ, എൻ്റെ മകനെ എന്താ സംഭവിച്ചത്? നീ എൻ്റെ മകനെ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പം ഈ നന്ദനാണെങ്കിൽ കൈ കൂപ്പി നിന്നിട്ട് പറയുന്നുണ്ട്, മേഡം എന്നെ വെറുതെ വിട്ടേക്ക്, എന്നെ ഉപദ്രവിക്കില്ലേ, എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും പറയാൻ പറ്റില്ല, എനിക്കൊന്നും അറിയില്ല മേഡം എന്ന് എന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം ദേവിക പറയുന്നുണ്ട്, നന്ദു പറഞ്ഞില്ലേ മേഡം, നന്ദുവിനൊന്നും അറിയില്ല എന്ന്. ഋഷിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ ഞാൻ മേഡത്തെ അറിയിക്കാം. ഇനിയിപ്പോൾ നന്ദുവിന് എന്തെങ്കിലും അറിയാമെങ്കിൽ നന്ദു പറ നന്ദു എന്ന് പറയുമ്പം നന്ദൻ വീണ്ടും പറയുന്നുണ്ട്, എന്നെ വിട്ടേരെ മേഡം എന്ന്. അങ്ങനെ ദേവികയോടാണെങ്കിൽ അരുന്ധതി പറയുന്നുണ്ട്, നീ ഇവനെ അങ്ങനെ വെളുപ്പിക്കാനൊന്നും നോക്കണ്ട, എന്താ വേണ്ടതെന്നൊക്കെ എനിക്കറിയാം. ഇനിയിപ്പോൾ നീ കാരണം എൻ്റെ ഋഷിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒന്നും ഓർത്തോ, നീ മാത്രമല്ല ഈ കുടുംബത്തിൽ ആരും അവശേഷിക്കില്ല, എല്ലാവരെയും ഞാൻ ഇല്ലാതാക്കും. എന്നെ നിനക്ക് അറിയാലോ, എനിക്ക് ആകെ ഉള്ളൊരു മോന, അവനെ നീ ഇല്ലാതാക്കിയേക്കണേന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വീണ്ടും നന്ദൻ പറയുന്നുണ്ട്, മേഡം വേണ്ട മേഡം, എന്നെ വിട്ടേരെ മേഡം എന്ന്. ആ സമയത്ത് അരുന്ധതിയാണെങ്കിൽ നല്ലോണം തകർത്ത് അഭിനയിക്കുന്നുണ്ട്. എല്ലാവർക്കും വിശ്വാസമാവുന്ന രീതിയിൽ തന്നെയാണ് അരുന്ധതി ഇവരോട് ദേഷ്യപ്പെടുന്നത്. നന്ദനാണെങ്കിൽ എനിക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞ് കരഞ്ഞ് കൈകൂപ്പി പറയുന്നുണ്ടെങ്കിലും അരുന്ധതി ഒട്ടും മനസ്സലിവ് അവിടെ കാണിക്കുന്നില്ല. അരുന്ധതിയുടെ ഋഷി പറയുന്നത് അനുസരിക്കാൻ വേണ്ടിയിട്ടാണ് അരുന്ധതി ഇവരുടെ മുന്നിൽ ഇങ്ങനെ നല്ല പെർഫോമൻസ് നടത്തുന്നത്. പിന്നീട് അരുന്ധതി ദേഷ്യപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയതും നന്ദനാണെങ്കിൽ സങ്കടത്തോടുകൂടി അവിടെ ഇരിക്കുന്നുണ്ട്. ദേവികയാണെങ്കിലും എന്ത് പറയണമെന്ന് അറിയാത്ത അവസ്ഥയിൽ തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതേസമയം പ്രഭാവതി ആണെങ്കിൽ ആകെ ടെൻഷനിലാണ്. നന്ദനി ഇനി അരുന്ധതിയോട് എന്തെങ്കിലുമൊക്കെ പറയുമോയെന്ന് ഓർത്ത് ടെൻഷനായിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അരുന്ധതി സ്റ്റെയർ ഇറങ്ങി അങ്ങോട്ട് വരുന്നുണ്ട്. അരുന്ധതിയെ കണ്ടതും നന്ദൻ എന്തൊക്കെയായിരുന്നോ പറഞ്ഞതെന്നുള്ള ഒരു ടെൻഷനിൽ തന്നെ പ്രഭാവതി നിൽക്കുമ്പം അരുന്ധതി പ്രഭാവതിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, മകനെല്ലാം പറഞ്ഞു, എനിക്കെല്ലാം മനസ്സിലായി, എന്തായാലും എൻ്റെ മകൻ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാം. ഇനിയിപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നിയമ പോരാട്ടത്തിന് പോയാൽ എനിക്കെതിരെ നിൽക്കുന്നത് MLA മുൻ MLA ആയതുകൊണ്ട് തന്നെ എനിക്ക് നീതി കിട്ടുമെന്നൊന്നും തോന്നണില്ല. പക്ഷേ ദൈവത്തിൻ്റെ കോടതിയിൽ എന്തായാലും എനിക്ക് നീതി കിട്ടും. ഞാൻ പാതി സംശയത്തോടു കൂടി ഇങ്ങോട്ട് വന്നത്, പക്ഷേ തിരിച്ചു പോകുന്നത് 100% ഉറപ്പോടുകൂടി തന്നെയാണ്. നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കോടതിയിൽ ശിക്ഷ കിട്ടും, നീ നരകിക്കും.
എന്തായാലും നന്ദനൊരു ബുദ്ധിമുട്ട് വന്നാൽ നിനക്ക് നോവൂലേ, അതുപോലെ തന്നെ എനിക്കും എൻ്റെ ഋഷിയെ ഒന്ന് കാണാൻ പോലും പറ്റാതെ ആക്കിയില്ലേ നീയൊക്കെ ചേർന്ന്. അവൻ്റെ സങ്കടം പോലും എനിക്ക് കാണാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ നിങ്ങളെ ആരെയും വെറുതെ വിടാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞ് ഈ അരുന്ധതി ആണെങ്കിൽ നല്ല രീതിയിലുള്ള അഭിനയം അവിടെ കാഴ്ചവെക്കുന്നുണ്ട്. ഇത് കണ്ടു നിൽക്കുന്ന പ്രഭാവതിയും ദേവികയും അവരവരുടെ സങ്കടം കൊണ്ട് പറയണേന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അവരറിയണില്ല ഋഷിയുടെ എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം ഇവരിൽ നിന്നും ഇനിയൊരു നീക്കം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അരുന്ധതി വന്ന് നടത്തണ നാടകം ഇതൊന്നും. എന്തായാലും അരുന്ധതി പ്രഭാവതിയെയും ദേവികനെയും നന്ദുവിനെയൊക്കെ ഒരുപാട് ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവാൻ തുടങ്ങിയിട്ട് അരുന്ധതി ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഈ സമയത്ത് പ്രഭാവതിയും ദേവികയും എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെയാണ് ഇങ്ങനെ നിൽക്കണം. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും പ്രഭാവതിയുടെ മുന്നിൽ അരുന്ധതി നാടകം കളിച്ചെങ്കിലും അരുന്ധതിയുടെ ഈ നാടകം അധിക ദിവസമൊന്നും തുടർന്ന് കൊണ്ടുപോകാൻ അരുന്ധതിക്ക് സാധിക്കില്ല. അതിനു മുമ്പായിട്ട് തന്നെ ഹരിയങ്ങളും ശാരികയും ചേർന്ന് എല്ലാ നാടകവും പൊളിച്ചടക്കും. അങ്ങനെയുള്ള എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.